لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. സൂറത്തുൽ മസദിന്റെ രണ്ടാമത്തെ സൂക്തമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. തബ്ബത് യദാ അബീലഹബിൻ, അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, ഒതബ് അവൻ തന്നെ നശിക്കട്ടെ, മാ അഗ്ന അൻഹു അവന് ആവശ്യം തീർത്തില്ല അഥവാ അവന് ഉപകാരപ്പെട്ടില്ല, മാലുഹു അവന്റെ സമ്പത്ത്, വമാ കസബ് അവൻ അധ്വാനിച്ചുണ്ടാക്കിയതും. ഈ സൂക്തത്തിന് 3 നിലക്ക് വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മാലുഹു അവന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ അധ്യായം അവതരിക്കുന്നതിന് മുമ്പ് അവന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത്. വമാ കസബ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ആ സമ്പത്ത് കൊണ്ട് പിന്നീട് അവൻ അധ്വാനിച്ചുണ്ടാക്കിയത്. രണ്ടാമത്തെ വ്യാഖ്യാനം, മാലുഹു അവന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ പിതാവായ അബ്ദുൽ മുത്തലിബ് എന്നവരിൽ നിന്ന് അനന്തരാവകാശമായി അവന് ലഭിച്ചിട്ടുള്ളത്. വമാ കസബ എന്ന് പറഞ്ഞാൽ അനന്തരാവകാശമായി ലഭിച്ചതുകൊണ്ട് പിന്നീട് അവൻ അധ്വാനിച്ചുണ്ടാക്കിയത്. മൂന്നാമത്തെ വ്യാഖ്യാനം, മാലുഹു എന്ന് പറഞ്ഞാൽ അവന്റെ എല്ലാ സമ്പത്തും, നേരത്തെ ഉണ്ടായിരുന്ന സമ്പത്തും പിന്നീട് അധ്വാനിച്ചുണ്ടാക്കിയതും അനന്തരാവകാശമായി ലഭിച്ചതും എല്ലാം ഉൾപ്പെട്ടു. ആ അർത്ഥവ്യാഖ്യാന പ്രകാരം വമാ കസബ് അവൻ അധ്വാനിച്ചുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ അവന്റെ മക്കളാണ്. ഈ മൂന്നാമത്തെ വ്യാഖ്യാനത്തിന് ഒരു ഹദീസിന്റെ പിൻബലവും കൂടെയുണ്ട്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അത്യബ മാ യഅ്കുലു റജുലു, ഒരു മനുഷ്യൻ കഴിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം, മിൻ കസ്ബിഹി അവന്റെ അധ്വാനത്തിലൂടെ ലഭ്യമായിട്ടുള്ള ഭക്ഷണമാകുന്നു. അപ്പൊ സ്വാഭാവികമായും അവിടെ ഒരു ചോദ്യം വരും. വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് അധ്വാനിക്കുവാനും ജോലിക്ക് പോകാനും കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ മക്കളുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന വേതനം കൊണ്ടായിരിക്കും ഈ രക്ഷിതാക്കളായ ആളുകൾ ജീവിക്കുക. അങ്ങനെ മക്കളുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ആഹാരം കഴിച്ചാൽ ആ ആഹാരം നല്ല ആഹാരമാവുകയില്ലേ എന്ന ചോദ്യത്തിന് മറുപടി എന്ന നിലക്ക് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്ന വലദഹു മിൻ കസ്ബിഹി, നിശ്ചയം അവന്റെ മകൻ അവന്റെ അധ്വാനത്തിൽപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞാൽ മക്കളിൽ നിന്ന് ലഭിക്കുന്ന ആഹാരം, ആ ആഹാരവും അവന്റെ അധ്വാനത്തിന്റെ ഫലം തന്നെയാണ്, അതും നല്ല ഭക്ഷണം തന്നെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഈ ഹദീസ് മൂന്നാമത്തെ വ്യാഖ്യാനത്തിന് പിൻബലമായി വ്യാഖ്യാതാക്കൾ ഉദ്ധരിച്ചതായി കാണാം. ഏതായിരുന്നാലും അബൂലഹബിന്റെ അന്ത്യം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. കൂടുതൽ വർഷങ്ങളൊന്നും കഴിഞ്ഞില്ല, അവന്റെ ശരീരത്തിൽ ഒരു പ്രത്യേകതരം കുരു പ്രത്യക്ഷപ്പെടുകയാണ്. ആ കുരു ശരീരമാസകലം വ്യാപിക്കുകയും പൊട്ടിയൊലിക്കുകയും ചെയ്യുന്നു. വല്ലാത്ത ദുർഗന്ധം കാരണം അവന്റെ അടുത്തേക്ക് എന്നല്ല, അവൻ താമസിക്കുന്ന വീടിന്റെ പരിസരത്തേക്ക് പോലും ജനങ്ങൾക്ക് അടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. നാട് നീളെ അബൂലഹബിന്റെ ഈ രോഗത്തിന്റെ വിവരങ്ങൾ പരന്നു. എല്ലാവരും ആശങ്കയോടെയാണ് കാണുന്നത്. അറബികളെ സംബന്ധിച്ചിടത്തോളം ആ രോഗം ഒരു പ്ലേഗ് പോലെയാണ് അവർ കണ്ടത്. വളരെ പെട്ടെന്ന് പടർന്നു പന്തലിക്കുന്ന വളരെ അപകടകരമായ ഒരു രോഗമായിട്ടാണ് അവർ അതിനെ വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ അടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ വന്നുകൊണ്ട് അബൂലഹബിന്റെ മക്കളോട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പിതാവിനെ ഇങ്ങനെ ഇവിടെ കിടത്തരുത്. ഇവിടെ രോഗം വ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മരിച്ചു വീഴും. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദികൾ നിങ്ങളായിരിക്കും. അതുകൊണ്ട് പിതാവിനെ ആളൊഴിഞ്ഞ് എവിടെയെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ താമസിപ്പിക്കണം
നേരത്തെ മക്കൾ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളതാണ്. പക്ഷേ ജനങ്ങൾ എന്തു പറയും? രോഗം വന്നപ്പോൾ പിതാവിനെ കൈയൊഴിഞ്ഞ മക്കൾ എന്ന ഒരു ദുഷ്പേര് വരികയില്ലേ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ അത്തരം ഒരു ചെയ്തിയിലേക്ക് നീങ്ങാതിരുന്നത്. പക്ഷേ ജനങ്ങളും കൂടെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ നിർവാഹമില്ല. അവർ ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് ഒരു ഷെഡ് നിർമ്മിക്കുകയും അവിടെ അബൂലഹബിനെ കൊണ്ടുപോയി കിടത്തുകയും ചെയ്യുന്നു. നേരത്തിന് ഭക്ഷണവും വെള്ളവുമൊക്കെ അവിടെ എത്തിച്ചു കൊടുക്കും. അങ്ങനെ ദിവസങ്ങൾ നരകിച്ചുകൊണ്ട് അബൂലഹബ് അവിടെ കിടന്നു എന്നാണ് ഒരു ഭാര്യയുടെയോ അല്ലെങ്കിൽ മക്കളുടെയോ സമ്പാദ്യത്തിൻ്റെയോ ഒരു ഗുണം അവൻ ഒരു നിലക്കും അനുഭവിച്ചില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് മരണപ്പെട്ടപ്പോഴും ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. സംസ്കരിക്കാൻ ആരും തന്നെ രംഗത്ത് വരുന്നില്ല. ഈ ഭീതി കാരണം ആ രോഗമെങ്ങാനും പടർന്ന് നമുക്കും വരുമോ എന്ന ഒരു ഭീതി കാരണം ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. 3 ദിവസമാണെന്ന് പറയപ്പെടുന്നു, അല്ല 7 ദിവസമാണെന്ന് പറയപ്പെടുന്നു, 10 ദിവസമാണെന്ന് പറയപ്പെടുന്നു. എങ്ങനെയായിരുന്നാലും ദിവസങ്ങളോളം കഴിഞ്ഞ് ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയപ്പോൾ അവർ അതിലൂടെ വരാനിടയായ 2 ആട്ടിടയന്മാരെ, സുഡാനികളായ 2 ആട്ടിടയന്മാരെ കണ്ടു. അവരെ കൂലിക്ക് വിളിച്ചു. അങ്ങനെ അവർ ഒരു കുഴി കുത്തുകയും അതിൽ അബൂലഹബിനെ അടക്കം ചെയ്യുകയും ചെയ്തു എന്നതാണ് ചരിത്രം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദ്രോഹിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്തതിൻ്റെ തിക്തഫലം അവൻ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിച്ചു. പരിശുദ്ധ ഖുർആൻ മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, അവന്റെ സമ്പത്തും സന്താനങ്ങളും അവൻ അധ്വാനിച്ചുണ്ടാക്കിയതൊന്നും തന്നെ അവന് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ ആ കാര്യം യഥാർത്ഥമായി പുലരുകയും ചെയ്തു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.